ഒരു 4 കൂടാതെ അങ്ങോട്ട് വെക്കുന്നതിനും കൊടുക്കണം 15 രൂപ. ജനങ്ങളെല്ലാം പിഴിഞ്ഞ് കാശ് മേടിച്ചാൽ ദേവസ്വം ബോർഡിൽ കൊണ്ടുപോയി. വണ്ടിയുടെ കാറ്റാണെന്നിടും വണ്ടി ഒരു ദിവസം കൊണ്ടുപോകത്തില്ല. അല്ലേ അല്ലെ വണ്ടിയുടെ കാറ്റടിച്ചു വിടും. കയറ്റ് മാത്രം മതി. വലിയ കയറ്റി പോട്ടെ. ഈ വണ്ടി വെളിയിലാണ്. ആന പുറത്തു പോകത്തില്ല. അമ്പലത്തിൽ പോയിട്ടില്ല. ഒന്നും തന്നില്ല. രണ്ടിലൊന്നും കൊണ്ടുപോകാൻ 3 ലക്ഷമോ 4 ലക്ഷമോ മേടിച്ചോണ്ട് നമ്മളൊക്കെ പുല്ലുവിലയാണോ അത്രയും നേരം ഇത് സംസാരിച്ചില്ല. മനസ്സിലായി. രാത്രി ഉറക്കഴിഞ്ഞൂടെ അങ്ങനെന്ത് കാണുന്നു. വണ്ടി ഇവിടുന്ന് പുറത്തിറക്കില്ല. ഈ ഗേറ്റ് ആൾക്കാർക്ക് ഒരു ഗേറ്റ് തുറന്നു കൊടുക്കാം. വേറെ ആന വിളിക്കാൻ പറയേ. ഈ ആനയെ കൊണ്ടുപോകത്തില്ല. അല്ലെ വേറെ വലിയ ആന കൊണ്ടല്ലേ കൊടുക്കാം. ഇവരായാലും മാത്രമല്ല കൊണ്ടുപോകാൻ അവർക്ക് ചെയ്യാന്നുണ്ടെങ്കിൽ പോലീസ് ചോദിച്ചാൽ ഞാൻ ഗവൺമെന്റ് ഇത്രയായിട്ട് കഷ്ടപ്പെട്ട് ആനയ്ക്ക് എന്ത് കൊടുക്കാം. ആനയ്ക്ക് എന്ത് ചെയ്യുന്നത്. ലൈവ് ഫേസ്ബുക്കിൽ ലൈവ് പോവാ കാണുന്നുണ്ടല്ലോ. കാണുന്നു നല്ല ഉത്സവം അവിടെയൊക്കെ കൊണ്ടുപോയി വേണ്ടാത്ത വാഹനങ്ങളെ കൊടുത്തല്ലേ എടുക്കട്ടെ. അവര് നല്ല ഒരു മാസമാണ് അതിനു വേണ്ടി കോടിയോ ഇങ്ങനെയുള്ള ഒരു മാസം
പിന്നെ അത് മകാന്റെ കൊണ്ടാണ് ഈ രീതിയിൽ നടക്കുന്നത്. ഇങ്ങനെ മാറി കൊണ്ടുപോയിക്കൊണ്ടിരിക്കുക. പള്ളി അമ്പലടച്ച് അന്ന ബാവുണ്ട അതേ ഉള്ളു. അല്ല സാക്ഷരയുടെ 1 മാസത്തെ കണ്ടല്ലോ ഇപ്പൊ സാക്ഷര. ഇവിടെ പറയുന്നത് 1 കിലോമീറ്റർ പോലും അവർ നടക്കാൻ പാടില്ല. ഇവിടുത്തെ അപ്പൊ അത് കഴിക്കൂ. വീണ്ടും ഇന്നലെ രാത്രി നമ്മളിവിടെ പറഞ്ഞതുപോലെ ഇന്നലെ ഒരു 4:30 വെളുപ്പിന് ഒരു 4:30 കൂടിയാണ് മാനേജർ ഇവിടെ എത്തിയത്. ആ 4:30 മുതൽ 7:30 വരെ നമ്മൾ പുള്ളിയായിട്ടുള്ള ചർച്ചയുടെ അടിസ്ഥാനത്തിൽ ആരെ ഇവിടുന്ന് കൊണ്ടുപോകില്ല എന്നുള്ള വാക്കാലുള്ള ഒരു ഉറപ്പ് കിട്ടുകയും നമ്മൾ ഇവിടെയുള്ള ഒരു 119 പേര് ഒപ്പിട്ട ഒരു നിവേദനം, ഒരു പരാതി പുള്ളിക്ക്, ഒരു അപേക്ഷ പോലെ പുള്ളിക്ക് കൊടുക്കുകയും ഉണ്ടായി. ആനയെ കൊണ്ടുപോകരുത്. നമ്മളുടെ ഒരു ഒറ്റ കണ്ടീഷനേ ഉള്ളൂ, ആനയെ കൊണ്ടുപോകുന്നതിനോട്, ഏത് നാട്ടിലോട്ട് കൊണ്ടുപോകുന്നതിനോട് നമുക്ക് എതിർപ്പില്ല. ഒരേ ഒരു പ്രശ്നം മാത്രമേ ഉള്ളൂ, ആനയ്ക്ക് ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് വേണം. ഒറിജിനൽ ആയിട്ടുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് ആനയ്ക്ക് വേണം. അത് ഇപ്പോൾ ഇവിടെ വരുന്ന വ്യാജ ഡോക്ടർ ഒപ്പിട്ട ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് അല്ല. ഇദ്ദേഹത്തിന് മുകളിലുള്ള ഏതൊരു ഡോക്ടറും, ഈ ദേവസ്വം വിളിക്കുന്ന ഏതൊരു ഡോക്ടറെ നമ്മൾ അംഗീകരിക്കാന്ന് പറയുന്നുണ്ട്. ഒരു ഡോക്ടർ, ഒരു വിദഗ്ധ സംഘം വന്ന് ആനയെ പരിശോധിക്കുക എന്ന് പറഞ്ഞാൽ ആനയ്ക്ക് വൈറസ് സംബന്ധമായ രോഗമാണ്. അപ്പോൾ അതിനുള്ള മലവും മൂത്രവും എല്ലാം പരിശോധിച്ചാലേ അതിന്റെ റിസൾട്ട് എന്താണെന്ന് നമുക്ക് അറിയാൻ പറ്റുള്ളൂ. അത് വെച്ചിട്ടുള്ള ഒരു ഫിറ്റ്നസ് സർട്ടിഫിക്കറ്റ് കിട്ടിയിട്ടേ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകാവുള്ളൂ എന്നാണ് നമ്മൾ പറഞ്ഞിരിക്കുന്നത്. അല്ലാതെ നമുക്ക് വേറെ ഒരു ഡിമാൻഡോ വേറെ ഒരു കണ്ടീഷനോ അല്ല. ആനയെ സുഖമായിട്ടെങ്കിൽ ഏത് നാട്ടിലേക്ക് കൊണ്ടുപോകാനായാലും നമുക്ക് എല്ലാവർക്കും സന്തോഷമുള്ളൂ. ഇവിടെ ഒത്തുകൂടിയിരിക്കുന്ന എല്ലാ ജനങ്ങൾക്കും അറിയാം, ഇവിടുത്തെ ഓട്ടോ ഡ്രൈവേഴ്സ് അവർ വർഷങ്ങളായി നടത്തുന്ന ഒരു വിളക്കാണ്. ആ വിളക്കിന് ആനയെ കിട്ടിയില്ലെന്ന് അറിഞ്ഞിട്ട് അവർ പോലും ഒരു പ്രശ്നത്തിന് നടന്നില്ല. കാരണം നമുക്ക് എല്ലാവർക്കും ശിവരാജുവിന്റെ ആരോഗ്യമാണ് നമുക്ക് എല്ലാവർക്കും പ്രധാനം. അതുകൊണ്ട് ഇവിടുന്ന് ഇപ്പോൾ നമ്മൾ തീരുമാനിച്ചിരിക്കുന്നു, ഇവിടുന്ന് ആനയെ കൊണ്ടുപോകാൻ നമ്മൾ സമ്മതിക്കില്ല. ഇവിടെയുള്ള മാനേജർ അല്ലാതെ ഒരു ഉത്തരവാദിത്തപ്പെട്ട ഒരു ആളും ഇതുവരെ ഇവിടെ വന്നിട്ടില്ല. പുള്ളി തന്നെ 4:30 ഇവിടെ വന്നിട്ട് 7:30 വരെ പുള്ളി പലരെയും വിളിച്ചു നോക്കി, ആരും ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ഇവിടെ വരികയോ ഒന്നും ഉണ്ടായിട്ടില്ല. അപ്പൊ നമ്മളെല്ലാം ഇവിടുന്ന് പിരിഞ്ഞു പോയതിനു ശേഷം വേറെ എന്തൊക്കെയോ ഗൂഢാലോചനയുടെ ഫലമായി നമ്മൾ പോയി ഇവിടെ ആരും ഇല്ലാന്ന് കണ്ടപ്പോൾ ഇവിടുന്ന് ആനയെ കൊണ്ടുപോകാൻ പോലീസിന്റെ സഹായത്തോടു കൂടി ആനയെ കൊണ്ടുപോകാനായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ ഒരു കാര്യം നമ്മൾ തറപ്പിച്ച് പറയുകയാണ്, ഇവിടെ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. ഫിറ്റ്നസ് ഇല്ലാതെ ആനയെ ഇവിടുന്ന് കൊണ്ടുപോകില്ല എന്ന് ഞങ്ങൾ തറപ്പിച്ച് പറയുകയാണ്. വരുന്നില്ല ഇങ്ങോട്ട് പറ. ഗോപുരത്തിന്റെ ഫോട്ടോ എടുക്കും. ബാത്റൂം ആണുങ്ങളുടെ ബാത്റൂം. ലൈവാ, പറയാവോ? പറഞ്ഞിട്ട് കാണിക്കാം.
ആന ഇവിടുന്ന് കൊണ്ടുപോകത്തില്ല. അത്രേ ഉള്ളു. അതാ ഇല്ല ആ വണ്ടിയുടെ ജോലി കളയാൻ പറ ടയറ് പോരാ ആന ഞങ്ങളെ മുമ്പ് അടിച്ചു വെച്ചിട്ടാണ് എന്റെ കംപ്ലൈന്റ് പിന്നെ കൊണ്ടുപോയിട്ട് നമ്മളെ മുമ്പ് വെച്ച് പരിശോധിക്കണം. എത്ര പരിപാടിയാ? വളരെ സന്തോഷം. വളരെ സന്തോഷം. വളരെ സന്തോഷം. ഈ പരിപാടിയല്ല അത് വയ്യ. അവന് ഇനി ഒരു മാസമായി. ഈ മാസം മൊത്തം അവിടെ വയ്ക്കണം. ഒരു പരിപാടിയല്ല, ഈ മാസം മൊത്തം അവിടെ വയ്ക്കണം. അടുത്ത മാസം ഒരു മാസം ഒന്നിനും വിടുന്നില്ല. ഈ മാസം മൊത്തം ഇവിടെ, അടുത്ത മാസം വിട്ടാൽ വേണ്ട. ഒരു മാസം മുമ്പ് ബുക്ക് ചെയ്യല്ലോ. ചെയ്യാനറിയാമല്ലോ. ഏതെങ്കിലും ഒരു ഡോക്ടർ ഇവിടെ വന്നോ? ആരെങ്കിലും ഉത്തരവാദിത്തപ്പെട്ട ആരെങ്കിലും വന്നോ? ആരും വന്നില്ലല്ലോ. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടത്തിന് നാളെ ഇന്ന് വിടത്തില്ല. ഇതെന്താ ഇവിടെ ചോദിക്കുന്ന പറയാൻ കാര്യമില്ലേ? ഡെപ്യൂട്ടി സാറ് 4 മുതൽ 7 ഡെപ്യൂട്ടി വിളിക്കുന്നത് ഞാൻ കണ്ടു. ആരും എടുക്കുന്നില്ല. ഞങ്ങൾ ആരും വിളിക്കില്ല. ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. ഇത്രയും കൂടിയ ആൾക്കാർ വിളിച്ചാൽ വലുതല്ല ഒരു മനുഷ്യൻ. ആൾക്കാർ ഇങ്ങോട്ട് വരട്ടെ. കാണാനുള്ളവർ ഇങ്ങോട്ട് വരട്ടെ. ഈ ഒരു പരിപാടിയല്ല. ഈ ഇപ്പൊ വന്നിട്ട് 7 പരിപാടി ഒരു മാസത്തിന് മുമ്പ് വന്ന ആരും കട്ട് ചെയ്യണം. കാരണം മൊത്തം പരിപാടിയാണ്. ഈ മാസം ഒരു പരിപാടിയുണ്ടോ? നമ്പർ വേണ്ട അയാളെ എങ്ങനെ കിട്ടട്ടെ അയാൾ കള്ളത്തിൽ കാണിക്കാം. അത് തിരട്ടെ അയാള് അങ്ങനെയായിട്ടല്ലേ പിന്നെ വണ്ടി വെളിയിലെടുക്കാൻ പരിപാടിക്ക് വിടാൻ നോക്കിയാൽ രാത്രി വിട്ടാലില്ലേ വണ്ടി ഇവിടെ പോകത്തില്ല. വണ്ടി വെളിയിലാക്കാൻ പറ്റും. വണ്ടി വെളിയിലാക്കിയിട്ട് ജയിച്ചു പോകും. കൊണ്ടുപോകാൻ വണ്ടി വെളിയിലാക്കും. വേറെ കാര്യമൊന്നും അതിനെ തിരിച്ചു കൊണ്ടുവരും. ബാത്റൂം ഒരാൾക്ക് ഇന്നും ദേവസ്വം ബോർഡ് ഇന്നും അറിയത്തില്ല. പിന്നെ കളർ അമ്പലത്തിൽ എവിടാന്ന് ഇന്നും അറിയത്തില്ല. ആൾക്കാരൊന്നും പോയിട്ട് അങ്ങനല്ല. ഒരു അമ്പലം കൊണ്ടാ പോണേ. അമ്പലം ഒരു ഗോപുരം പണിയാൻ ഇവരെ കൊണ്ട് ഇതാൻ പറ്റില്ല. ആരെങ്കിലും പണിയാൻ വന്നാൽ പറയാം. അത് വേണ്ട. അമ്പലത്തിൽ വരാനൊന്നുമില്ല. ഇനി ഞങ്ങൾ പൊതുജനങ്ങൾ 8 കരക്കാർ ഇറങ്ങി ഇവിടെ തടയാം. ഈ അമ്പലം പണിഞ്ഞിട്ടുള്ള ബാക്കിയെല്ലാം നടത്തിയാൽ മതി. 8 കരകളൊക്കെ ഞങ്ങൾ മൊത്തം ഞങ്ങൾ 8 കരക്കാർ ആൾക്കാർ
വേണമെങ്കിൽ നാളെ വരുന്നുണ്ട്. അതാ മറ്റൊരു പേരുണ്ട്. ഞങ്ങൾ അല്ല കേസ് വെക്കില്ല. അതാണ്ട് കണ്ടത് കണ്ടില്ലേ? കഷ്ടങ്ങൾ കൊണ്ട് കിടക്കുന്നത് ഒരു വിളിക്കാൻ വിചാരിക്കുന്ന മഹാനന്ദ ആ ഫ്രണ്ട് കിടക്കുന്നുണ്ട്. ക്രൈം വെച്ചാ അടിച്ചാൽ ക്രൈം അവര് നോക്കുന്ന പറഞ്ഞാൽ ആരെങ്കിലും ചെയ്യുന്ന ആരെ കണ്ടാലും പിടി അസുഖം മാറിയിട്ട് കൊണ്ടുപോയാൽ മതി. അറിയോ ആരെ കണ്ടാലും പിടി. നീ ഡോക്ടർമാരെ കാര്യമൊന്നും അവന്മാർ കള്ളന്മാരാ ഡോക്ടർമാർ കള്ളന്മാരാ അതെല്ലാം പറഞ്ഞത് ആനയ്ക്ക് റെസ്റ്റ് കൊടുത്തിട്ട് കൊണ്ടുപോക്കോ. ഞങ്ങൾക്കൊന്നും പറയുന്നത് തർക്കമില്ല. ബാക്കി വേറെ തീരുമാനമെടുത്ത് ഡോക്ടർ വേറൊരു ഡോക്ടറെ കൊണ്ട് പരിശോധിച്ച് കാര്യങ്ങളെല്ലാം തീരുമാനിച്ചതിന് ശേഷം ഡോക്ടർമാർ പറഞ്ഞു ഓടാന ഓടി ഉണ്ടാക്കി തന്നില്ലേ? ഒരു മാസത്തോടെ നിൽക്കട്ടെ. നീ പോലില്ലോ ഒരു തട്ടുകൊണ്ടും വേണ്ട. ഓടാന ഓടി
തൃക്കടൂർ അമ്പലത്തിന്റെ ഗോപുരമാണ്. ഓട് മാറ്റാതെ പെയിന്റ് അടിച്ചു വെച്ചിരുന്നവര്. പട്ടിയിൽ ഒരു ചേച്ചിയുടെ പുറത്ത് വന്ന് വീണതില്ല. ആന ചാരി, ആനയ്ക്ക് വയ്യാതെ ആന ചാരി നിന്ന് ആനയ്ക്ക് വയ്യാതായി. അത് ഈ ഗോപുരത്തിനകത്തുണ്ട്. അതിനകത്ത് ഒരു പട്ടിയിൽ വന്നിട്ട് ചേച്ചിയുടെ അലേ വീണ്. ഇവന്മാർക്കൊന്നും പറയണ്ട. അതെല്ലാം കഴിഞ്ഞ് ആനയ്ക്ക് ഇപ്പൊ ഒരു കുഴപ്പമില്ലല്ലോ. നാലുകൾ അതിന്റെ പൈസ മേടിച്ചിട്ട് അതിനെ കൊല്ലാൻ നടക്കുക. ഇതിനകത്ത് ഒന്നും ചെയ്തിട്ടില്ല അവര്. ഈ ഒരു ഗോപുരത്തിൽ കിടക്കുന്നു. അവര് ആനയെ വിറ്റ് പൈസ മേടിക്കുകയാണ്. ആനയുടെ വരുമാനം കൊണ്ട് ജീവിക്കുന്നു. ഒരു ഉത്സവം നടന്നപ്പം ഗോപുരം റെഡിയാക്കാതെ പെയിന്റ് അടിച്ചു വെച്ചിരുന്നു. ഈ തെക്കേ ഗോപുരം ഈ ഗോപുരം എല്ലാം പെയിന്റ് അടിച്ചു വെച്ചേക്കുന്ന. ഇതൊക്കെ ഇളകി എത്ര വർഷമായിട്ട് ഇളകി കിടക്കുമെന്നറിയോ? ഇതിനൊന്നും പൈസ ഇല്ലെന്ന്. കട്ടോണ്ട് എല്ലാവർക്കും പൈസ ഉണ്ട്. പോക്കറ്റ് വീഴാനും എല്ലാം പൈസ ഉണ്ട്. ആനയൊക്കെ 13 ലക്ഷം രൂപയ്ക്ക് ആനയെ ലേലം വിളിക്കുന്നു എല്ലാവരും. ആനയ്ക്ക് വേണ്ടി റെസ്റ്റും കൊടുക്കാതെ എല്ലാം. കണ്ണ അവിടെ നിന്നോട് വീഡിയോ എടുത്തോ. അവിടെ നിന്നോട് ബാക്കിൽ നിന്നോണ്ട് വീഡിയോ എടുത്തോ. ഈ പൊതുജനങ്ങള് ഇങ്ങോട്ട് വന്ന് ഭഗവാനെയും കൊണ്ട് മഞ്ഞുകൊണ്ട് തൊഴിൽക്കല്ലേക്ക് ഇത്രയും മാറി ഒന്നും കിട്ടാനില്ല. ഒന്നും കിട്ടാനില്ല. ഇത്രയും വലിയ ഉത്സവം 8 കരക്കാരുണ്ടെന്നാണ് ഈ ഉത്സവം ഗംഭീരമായിട്ട് നടന്നു. 8 അല്ലെന്ന് നിങ്ങൾക്ക് മലപ്പുറത്ത് ഈ ഉത്സവം നെഞ്ചത്ത് കഴിച്ചു. എട്ട് കരക്കാരുണ്ട് ഈ അമ്പലം ഉത്സവം ഗംഭീരമായിട്ട് നടന്നു. ഇനി ഇത് കരക്കാര അമ്പലവും കരക്കാര ആനയും ഏതെല്ലാം ലോകത്തുനിന്ന് വന്ന അന്തരാളത്തുനിന്ന് ഈ അന്തരാളത്തുനിന്ന് പണം ഇത്രയും അങ്ങോട്ട് കൊണ്ടുപോകും. പിന്നെ അത് കഴിഞ്ഞ് അതിന്റെ സാധനങ്ങളെല്ലാം കൊണ്ടുപോയി വേണം വിളിക്കുക. എന്നിട്ട് അമ്പലത്തിന് ഒരു ദിവസം എല്ലാം അമ്പലത്തെ ഫ്രണ്ട് അതെങ്ങാന്ന് പറയാം. മഹാദേവ ഇരിക്കുന്ന അമ്പലത്തിന് ഒരു സൈഡ് കൊണ്ടില്ല. എന്താ അതിന്റെ അർത്ഥം പറയും? കാണിക വണ്ടി ബന്ധത്തിന്റെ അർത്ഥം അത് അവർക്ക് കൊണ്ടുപോകാനാ. ഒരു ആളുടെ നിശ്ചയം അത് ദിവസം കൊണ്ടുപോയി. അത് ദിവസം കൊണ്ടുപോയി. അവിടുത്തെ മാനേജർ പറഞ്ഞത് ഇവര് പൈസ കൂട്ടി കൊടുക്കത്തില്ല ഈ ഭൂമിരം പണിയാനായിട്ട്. മനസ്സിലായില്ലേ? അവർക്ക് എടുക്കുന്ന നഷ്ടമാണ്. അതുകൊണ്ട് അവര് പണിയായിരിക്കുന്നത്. ദേവസ്വം ആവശ്യമുള്ള പൈസ കൊടുക്കത്തില്ല. ദേവസ്വം ബോർഡ് പൈസ തന്നാലേ ഈ ഗോപുരത്തിന് മേൽഭാഗം വൃത്തിയാണ്. നിങ്ങളൊന്ന് മനസ്സിൽ തന്നെ ഒരു ഗോപുരം ഇരിക്കുന്ന പോലെ വേണ്ട. കളക്ടർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. കളക്ടർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. കളക്ടർക്ക് ഒരു മെയിൽ അയച്ചിട്ടുണ്ട്. കളക്ടർക്ക് ഞാൻ അയച്ചിട്ടുണ്ട്. ഇപ്പൊ കുറച്ചും അയച്ചിട്ടുണ്ട്. ആ ഡോക്ടർ ഈ 8-ാം തീയതി വന്ന് പറയുന്നത് കുഴപ്പമൊന്നുമില്ല. ഉത്സവം കഴിഞ്ഞ പാപ്പാ പറഞ്ഞു
ഇന്നലെ പറഞ്ഞതാണ് അത് കഴിഞ്ഞിട്ട് ഇപ്പൊ പറഞ്ഞപ്പോ എല്ലാവരും പറഞ്ഞു നിലവിലുള്ള ആനയുടെ അവസ്ഥ എന്തോന്നു പുള്ളിക്ക് പറഞ്ഞു കൊടുക്കാൻ? നിലവിലുള്ള ആനയുടെ ഇപ്പോഴത്തെ അവസ്ഥ എന്തോന്നു പറഞ്ഞു കൊടുക്കാൻ? ആരേലും നല്ല ഡോക്ടർമാർ ഇപ്പം പ്രൈവറ്റ് ഡോക്ടറെ അയാളെ മാറ്റിയിട്ട് ഗവൺമെന്റിന്റെ ഡോക്ടർമാരാണ് അവരെ പേരാ അരവിന്ദ് അരവിന്ദ് അത് ആസാം അത് വട്ട പണ്ടേ വട്ടവന് നമ്മളിപ്പോഴും കാണാൻ സർട്ടിഫിക്കറ്റ്